കോട്ടയം കെവിൻ വധക്കേസിലെ പെൺകുട്ടി കെവിൻ്റെ സുഹൃത്ത് നീനു വിവാഹിതയായി എന്നൊരു വാർത്ത സോഷ്യൽ മീഡിയയിൽ വളരെ ദിവസങ്ങളായി പ്രചരിക്കുന്നു. നീനു വിവാഹിതയായി എന്നും കെവിൻ്റെ അച്ഛനാണ് അതിനെ മുൻകൈയെടുത്തത് എന്നുമാണ് ചില വ്ളോഗർമാർ പറഞ്ഞിരുന്നത്. എന്നാൽ ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ അത് പൂർണ്ണമായും ശരിയല്ല എന്ന് വ്യക്തമായി. നീനു വിവാഹിതയായി എന്നത് സത്യമാണ്. പക്ഷേ അത് നടത്തിക്കൊടുത്തത് കെവിൻ്റെ വീട്ടുകാരോ കെവിൻ്റെ അച്ഛനോ അല്ല. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് നീനുവിൻ്റെ വിവാഹം നടന്നിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിന് പുറത്താണ് നീനു കഴിയുന്നത്. മാധ്യമങ്ങളിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും അവർ അകലം പാലിക്കുകയാണ്. വിവാഹകാര്യമോ തൻ്റെ മറ്റു കാര്യങ്ങളോ മാധ്യമങ്ങളോടോ മറ്റ് ആളുകളോട് പങ്കുവെക്കാൻ അവർ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് ജോർജ് ജോസഫ് സാർ പറയുന്നത് നീനുവിൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യമല്ല, മറിച്ച് വ്യാജ വാർത്ത പരത്തുന്ന ആളുകൾക്കെതിരെയാണ്. ഒപ്പം കെവിൻ്റെ ദുരഭിമാന കൊലയുമായി ബന്ധപ്പെട്ട കേസിൻ്റെ വാർത്തകളും. കഴിഞ്ഞ ദിവസം കെവിൻ്റെ പിതാവ് ആ വാർത്ത നിഷേധിച്ചു. അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. കെവിൻ്റെ പിതാവ് നീനുവിനെ വയനാട്ടിലുള്ള ഒരാൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു എന്നാണ് വാർത്ത വന്നുകൊണ്ടിരുന്നത്. അതിപ്പം കെവിൻ്റെ പിതാവ് തന്നെ അത് നിഷേധിച്ചു. അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല, കുട്ടി എൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ സംഭവം കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു കൊലപാതകമായിരുന്നു കെവിൻ്റെ. കോട്ടയം നട്ടാശ്ശേരിയിലുള്ള കെവിൻ തന്നേലും മുന്തിയ ജാതിയിൽപ്പെട്ട നീനുവിനെ സ്നേഹിച്ചു. ആ സ്നേഹം അങ്ങ് വളർന്നു. പരസ്പരം കല്യാണം കഴിക്കാം എന്നവർ തീരുമാനിച്ചു. കെവിൻ്റെ പിതാവ് അതിന് അംഗീകാരം കൊടുത്തു. നീനുവിൻ്റെ വീട്ടുകാർ എതിർപ്പിലുമായിരുന്നു. 2018 മെയ് 24 കോട്ടയം നട്ടാശ്ശേരിയിൽ വെച്ച് കെവിൻ പെൺകുട്ടി നീനുവിനെ കല്യാണം കഴിക്കാനുള്ള കുറിയും അടിച്ചു, കല്യാണം ഉറപ്പിച്ചു. ഈ സന്ദർഭത്തിൽ നീനുവിൻ്റെ തെന്മരയുള്ള പിതാവ് ചാക്കോയും സഹോദരനും ബന്ധുക്കളും എല്ലാം കോട്ടയത്തെത്തി ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. കല്യാണം 24-ാം തീയതിയാണ്. അന്ന് തന്നെ അവരവിടെ എത്തിയിരിക്കുന്നു. ഏതായാലും പെൺകുട്ടിയെയും കെവിനെയും പോലീസ് സ്റ്റേഷൻ വിളിപ്പിച്ചു, സംസാരിച്ചു. പ്രശ്നം ഒത്തുതീർപ്പാക്കാനായിട്ടുള്ള ശ്രമമുണ്ടായി. 25-നും 26-നും ചർച്ച നീണ്ടു. 26-ാം തീയതി പോലീസ് സ്റ്റേഷനിൽ വെച്ച് ചർച്ച നടക്കുമ്പോൾ കെവിൻ്റെ ഒരു ബന്ധുവിനെ കാണാതെ പോയി. നീനുവിൻ്റെ സഹോദരനും അയാളുടെ സുഹൃത്തുക്കളും എല്ലാം കൂടെ കൂടി കെവിനെ തട്ടിക്കൊണ്ടുപോയി, കെവിൻ്റെ ബന്ധുവിനെ തട്ടിക്കൊണ്ടുപോയി. ഇവർ രണ്ടുപേരും ഒന്നിച്ചായിരുന്നു പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്നിരുന്നത്. അവിടുന്ന് തട്ടിക്കൊണ്ടുപോയി. അത് പോലീസിൻ്റെ പേരിൽ ആരോപണം വന്നു. അവിടുത്തെ ഒരു ASI ബിജു, ഡ്രൈവർ അജയ്കുമാർ എന്നിവരെ ആ കേസിനകത്ത് പ്രതിയാക്കുകയും ചെയ്തു. അവിടുത്തെ ഒരു SIയെ പിരിച്ചുവിടാനുള്ള നടപടിയിലോട്ടും പോയി. കേരളത്തിലെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്ത ആദ്യത്തെ ദുരഭിമാന കൊലയാണിത്. മുന്നോക്ക ജാതിയിലുള്ള നീനുവിനെ പിന്നോക്ക ജാതിയിൽപ്പെട്ട ഒരാൾ കല്യാണം കഴിക്കുന്നതിൻ്റെ എതിർപ്പ് നീനുവിൻ്റെ പിതാവും സഹോദരൻ്റെ വീട്ടുകാർക്കും ബന്ധുക്കൾക്കും ഉണ്ടായി. അങ്ങനെയാണ് കെവിനെ തട്ടിക്കൊണ്ടുപോയത്. കെവിനെ തട്ടിക്കൊണ്ടുപോയിട്ട് 2018 27-ന് തട്ടിക്കൊണ്ടുപോയെങ്കിലും മെയ് 28-ന് കൊല്ലം തെന്മല ഇവരുടെ വീടിനടുത്തുള്ള ചാലിയക്കര പുഴയിൽ കെവിൻ്റെ മൃതദേഹം പൊങ്ങി. ഇതാണ് കെവിൻ മർഡർ കേസ്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കേരളത്തിലെ റിപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ദുരഭിമാന കൊലയും റയറസ്റ്റ് ഓഫ് റയർ കേസുമാണിത്. ഇതിൻ്റെ കുറ്റച്ചാർജ് 2019 ഏപ്രിൽ 24-ന് കോട്ടയം പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിയിൽ കൊടുക്കുകയും അതിൻ്റെ വിചാരണ 90 ദിവസം നീണ്ടു നിന്നു. അത് ശക്തരായ വാദപ്രതിവാദങ്ങൾ കോടതി നടത്തി. പെൺകുട്ടി ഈ സംഭവത്തിന് ശേഷം കെവിൻ്റെ കുടുംബ വീട്ടിലേക്ക് തന്നെ പോയി. അവിടുത്തെ മകളായിട്ട് തന്നെ അവിടെ നിന്നു. കെവിൻ്റെ ഭാര്യയായിട്ട് തന്നെ നിന്നു. കെവിൻ്റെ പിതാവ് ആ കുട്ടിയെ മകളെപ്പോലെ സ്വീകരിച്ചു. നട്ടാശ്ശേരിയിലെ അവരുടെ വീട്ടിൽ നീനു അന്നു മുതൽ
അവിടെ ജീവിക്കുന്നു. കേസിൻ്റെ വിചാരണ 90ാമത്തെ ദിവസം പൂർത്തിയാക്കി. അതിലെ വാദപ്രതിവാദങ്ങളെല്ലാം കഴിഞ്ഞ് 10 പേരെ ശിക്ഷിച്ചു. 14 പ്രതികളായിരുന്നു ആ കേസിനകത്തുണ്ടായിരുന്നത്, നീനുവിൻ്റെ പിതാവ് ചാക്കോ ഉൾപ്പെടെ. അങ്ങനെ ആ 14 പേരിൽ 4 പേരെ വെറുതെ വിട്ടു. 10 പേരെ, കെവിൻ്റെ അല്ലെങ്കിൽ നീനുവിൻ്റെ ബ്രദറിനെ അടക്കം 10 പേരെ ജീവപര്യന്തം തടവിന് കോട്ടയം പ്രിൻസിപ്പൽ സെഷൻ ജഡ്ജി ശിക്ഷിക്കുകയും ചെയ്യും. ഈ ഒരു സംഭവത്തിൽ അവിടുത്തെ SI ശിവുവിനെ പിരിച്ചുവിടാനുള്ള നോട്ടീസ് വരെ കൊടുത്തു. 2 പേരെ വലിയ ശുശ്രൂഷ കേസിനകത്ത് പ്രതിയാക്കുകയും ചെയ്തു. ഏതായാലും 2018 ഓഗസ്റ്റ് 21 അതിൻ്റെ കുറ്റചാർജ് വളരെ പെട്ടെന്ന് തന്നെ അന്വേഷണം പൂർത്തിയാക്കി കുറ്റമറ്റ രീതിയിൽ കുറ്റചാർജ് കോടതിയിൽ ഹാജരാക്കുകയും 90 ദിവസം ട്രയൽ നീണ്ടുനിന്നു. അതിനകത്ത് ധാരാളം സാക്ഷികളെയും ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട പലരെയും അവിടെ അറസ്റ്റ് ചെയ്യും. അങ്ങനെ പോലീസിൻ്റെ വിദഗ്ധമായ ഒരു കുറ്റചാർജ് ഇതിനകത്ത് കൊടുത്തതിൻ്റെ ഫലമായി ആ കേസ് 10 പ്രതികളെയാണ് ശിക്ഷിച്ചത്. അതിൻ്റെ ചാക്കോ, നീനുവിൻ്റെ പിതാവ് ചാക്കോയും ഒരു അനിയനും ഒരു സഹോദരനും ഒളിവിപ്പോയിരുന്നു. അവരെ കണ്ണൂരിലെ ആ കേസിൻ്റെ അന്വേഷണം എത്തിയ അവർക്കെതിരായിട്ട് പോലീസ് നടപടി ശക്തമാക്കിയതോടുകൂടി അവർ ഒളിവിൽ നിന്ന് വന്ന് കണ്ണൂരിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങുകയും അങ്ങനെ അവരെല്ലാം റിമാൻഡിൽ പോവുകയും കേസിൻ്റെ ട്രയൽ പൂർത്തിയാക്കിയപ്പം 10 പേരെ ശിക്ഷിച്ച് 4 പേരെ വെറുതെ വിടുകയും ചെയ്ത സംഭവമാണ് കെവിൻ വധം. ആ പെൺകുട്ടിയെ ഇപ്പം കല്യാണം കഴിച്ചു, ആ പിതാവ് കെവിൻ്റെ ഫാദർ കൊടുത്തു, വയനാട്ടിലൊരാൾ വിവാഹം ചെയ്തു എന്നാണ് സോഷ്യൽ മീഡിയയിൽ കുറേ നാളുകളായിട്ട് ഈ വാർത്തകൾ വന്നുകൊണ്ടിരുന്നത്. അതായത് ഇപ്പം സോഷ്യൽ മീഡിയയിൽ തന്നെ വന്ന് ആ വാർത്ത നിഷേധിച്ചു എന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. കുട്ടിയെ കല്യാണം കഴിച്ച് കൊടുത്തിട്ടില്ല എന്ന് പിതാവ് പറഞ്ഞു. ആ വാർത്തയ്ക്ക് വ്യാജമായി ആരോ വാർത്ത ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ആ പിതാവ് പറയുന്നു. എന്തടിസ്ഥാനത്തിലാണ് ആ കുട്ടിയെ ഇപ്പോഴും അവഹേളിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്നും കെവിൻ്റെ പിതാവ് പറയുന്നുണ്ട്. ഇതല്ല, അത് വലിയ വാർത്താ പ്രാധാന്യം ഇപ്പോഴും കൈവരിച്ചിരിക്കുന്നതിൻ്റെ കാരണം കേരളത്തിലെ റിപ്പോർട്ട് ചെയ്ത ആദ്യത്തെ ദുരഭിമാന കൊലയും അതോടനുബന്ധിച്ച് 10 പേരെ ശിക്ഷിച്ചു എന്നുള്ളതാണ് ഈ കേസിൻ്റെ പ്രത്യേകത.